യാത്രയിലുടനീളം അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. എവിടേക്ക് പോകുന്നെന്നോ എപ്പോൾ തിരിച്ചു പോരുമെന്നോ അപ്പോൾ ചോദിക്കാൻ കമലയ്ക്കും തോന്നിയതുമില്ല. കാരണം അവൾക്ക് അയാളോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന അതിയായ മോഹമായിരുന്നു. ആത്യന്തികമായ സത്യം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഏറെ തിരക്കുകൾ കുറഞ്ഞ ഒരു ചെമ്മൺ പാതയിലേക്ക് ബസ് കയറി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സച്ചി അവളോട് ഇറങ്ങാനായി എന്ന് തട്ടി വിളിച്ച് പറഞ്ഞു. കമല അറിയാത്ത സ്ഥലമായിരുന്നതുകൊണ്ട് പുറത്ത് കണ്ണു നട്ടിയിപ്പായിരുന്നു. പക്ഷെ സച്ചിയുടെ സാമീപ്യം അവൾ കൈകളാൽ ബന്ധിച്ചു നിർത്തിയിരുന്നു. ഒരു നാട്ടിൻ പുറത്ത് സച്ചിക്കൊപ്പം അവൾ ഇറങ്ങി. വെയിൽ ചൂട് പിടിക്കുന്നതേയുള്ളൂ. നേരിയ വെയിൽ തണുപ്പിനൊരു ആശ്വാസം പോലെ തോന്നി കമലയ്ക്ക്. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചി റോഡ് മുറിച്ച് കടന്നു. ഒരു തനി നാട്ടിൻപുറം. ഇരുവശങ്ങളിലും വയലുകളും അവ താഴ്വാരമാക്കി ഉയർന്നു നിൽക്കുന്ന മലകളും അവയ്ക്ക് ഭംഗിയെന്നോണം പാതി മർഷ നിരയിൽ കോടമഞ്ഞും എല്ലാം കമല കൺകുളിർക്കെ നോക്കി നിന്നു. ഇതിനെല്ലാം പുറമേ തൻ്റെ ഏറെ പ്രിയപ്പെട്ടവൻ്റെ ഇളം തണുപ്പുള്ള വിരൽ തുമ്പിൻ സ്പർശവും അവിടെ നിന്നും കുറച്ചു ദൂരം നീളമേറിയ ഒരു വീട്ടിലേക്കുള്ള വഴിയെന്നോണമുള്ള പാതയാണ്. വഴിയുടെ ഇരുവശവും കാവെന്ന് തോന്നിക്കുന്ന വിധത്തിൽ വലിയ ഒരു മരവും ചുറ്റും വള്ളിപ്പടർപ്പുകളുമാണ്. കാവിനുള്ളിൽ വിളക്ക് വയ്പ്പൊന്നുമുള്ള മട്ടൊന്നും കാണുന്നില്ല. കമല മനസ്സിൽ വിചാരിച്ചു. കാവിനടുത്തുകൂടി കടന്നു പോകുമ്പോൾ എന്തോ രണ്ട് ജീവികൾ ഓടി മറഞ്ഞു. കരിയിലകളിലെ അവിടെ പാദസ്വനം കേട്ടപ്പോൾ കമല സച്ചിയുടെ കയ്യിൽ മുറുക്ക ചുറ്റിപ്പിടിച്ചു. അയാൾ ഒരിളം പുഞ്ചിരിയോടെ അവളെ നോക്കി മുന്നോട്ട് നടന്നു. നടക്കുന്നതിനൊപ്പം ഒരു വലിയ നാലുകെട്ട് വീട് ദൃശ്യമാവുന്നുണ്ടായിരുന്നു. കമല കണ്ണിറയെ നോക്കി നിന്നു. മുറ്റത്തൊക്കെ ചെറിയ രീതിയിൽ പുല്ലുകൾ വളർന്നിട്ടുണ്ട്. പക്ഷെ വീട് നല്ല നിലയിലാണ്. മുറ്റത്തൊരു തുളസിത്തറയുണ്ട്. മഴ ഇടയ്ക്കുള്ള കാണാം അത് പൂവിട്ട് നിൽക്കുന്നു. വീടിൻ്റെ തൊടിയിൽ ഏതോ പൂവിൻ്റെ സുഗന്ധം കാറ്റിനൊപ്പം എത്തുന്നുമുണ്ട്. രാവിലത്തെ മഞ്ഞിൻ കണങ്ങൾ സൂര്യരശ്മികളിൽ വെട്ടിത്തിളങ്ങുന്നു. ഇലത്തുമ്പുകളിൽ അവ വീഴാനായി ആഞ്ഞു നിൽക്കുന്നു. സച്ചി അവളെയും കൂട്ടി വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി. അവളെ കൈവിട്ട് സച്ചി താക്കോൽ തോൾ സഞ്ചിയിൽ നിന്നെടുത്തു. കതക് തുറക്കാൻ അങ്ങോട്ടടുത്തപ്പോൾ അവൾ വിളിച്ചു. സച്ചി അവളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ വാതിലിൻ്റെ താക്കോൽ ദ്വാരത്തിൽ താക്കോലിട്ട് തിരിച്ചു. വല്ലപ്പോഴും തുറക്കുന്നത് കൊണ്ടാണോ അതോ തണുപ്പിനാൽ വില്ലിച്ചിട്ടാണോ വാതിലുകൾ തള്ളി തുറക്കുമ്പോൾ അപാരമായ ശബ്ദമുണ്ടായിരുന്നു. കമല അകത്തേക്ക് കയറാൻ നിന്ന് സച്ചിയുടെ കൈത്തണ്ടയ്ക്ക് പിടിച്ചു. ഒന്ന് പറ മാഷേ, ഇതേതാ സ്ഥലം? ആരുടെ വീട്? കമല തൻ്റെ ആശ്ചര്യം അടക്കാൻ കഴിയാതെ ശബ്ദം അല്പം ഉയർത്തി ചോദിച്ചു. താനൊന്ന് ശ്വാസം കഴിക്ക്, ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിക്കലേ, അയാൾ തമാശ എന്നോണം പറഞ്ഞു. ഈ വീടിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നറിയോ കമലയ്ക്ക്? അയാൾ ഇടുങ്ങി ഇടനാഴിയിലൂടെ അടുക്കളയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അവിടെ കണ്ട ഒരു മേശമേൽ അവളുടെ ബാഗ് വെച്ചുകൊണ്ട് അയാൾക്ക് പുറകെ നടന്നു. കാലത്തെ പോന്നതല്ലേ, കമലയ്ക്കൊരു കാപ്പി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടോ? സച്ചി അടുക്കളയിൽ നിന്നും കിണറിലേക്കുള്ള വാതിൽ പൊളി മെല്ലെ തുറന്നുകൊണ്ട് ചോദിച്ചു. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആ വാതായനങ്ങളിലൂടെ അകത്തേക്ക് പ്രവാഹിച്ചു. മാഷേ, മാറങ്ങട്, ഞാനാക്കിക്കോളാം. കമല അയാളിൽ നിന്നും കപ്പിയും കയറും വാങ്ങി വെള്ളത്തിനായി കിണറിലേക്ക് താഴ്ത്തി. അവൾ കിണറ്റിലേക്ക് നോക്കി. തെളിഞ്ഞ നീരിറവ. അങ്ങിങ്ങായി കിണർ വാഴകൾ തല പൊന്തിച്ചിട്ടുണ്ട്. അവൾ ഉടുത്തിരുന്ന ധാവണയുടെ അറ്റമെടുത്ത് അരികിൽ തിരുകി വെള്ളം മുകളിലേക്ക് വലിച്ചു. ഇച്ചിരി കട്ടിയോടെ അതിൻ്റെ കപ്പി മുകളിലേക്ക് കയറി വന്നു. കൂടെ നനുത്ത വെള്ളത്തുള്ളികളും വേഗതയോടെ സൂര്യരശ്മികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചന്നം ഭിന്നം തീർച്ചു. സച്ചി അവിടെ കണ്ട ഒരു മേശമേൽ ചാരി നിന്നു. അവൾക്ക് നേരെ വെള്ളം ഒഴിക്കാനായി ഒരു പാത്രം നീട്ടി. തെളിഞ്ഞ നീര് അവൾ അതിലേക്ക് ഒഴിച്ചു. സച്ചി പാത്രം വാങ്ങി അത് ഗ്യാസ് അടുപ്പിന് മുകളിൽ വെച്ചു. മാഷേ, ഇനിയെങ്കിലും പറയൂ, ആരുടെ വീടായത്? കമല ക്ഷമ കെട്ടുകൊണ്ട് ധാവണയുടെ എടുത്തുകുത്തിയ ഭാഗം താഴേക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് ചോദിച്ചു. ഈ വീട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയുടെ തറവാട് വകയാണ്. ഞങ്ങൾ മൂന്നാൾ മാത്രമാകുമ്പോൾ ഇവിടെയാണ് തങ്ങാറ്. അതുകൊണ്ടല്ലേ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുള്ളത്. സച്ചി ഇടയ്ക്ക് വെള്ളം നോക്കിക്കൊണ്ടിരുന്നു. മാഷ് മാറ്, ഞാനിടാൻ കാപ്പി. അവൾ അയാളുടെ കയ്യിൽ നിന്നും കാപ്പിപ്പൊടിയുടെ പാത്രം വാങ്ങിച്ചു. ജീരകവും ഏലക്കയും അവിടെ കണ്ടതുകൊണ്ട് അവളത് കാപ്പിയുടെ വെള്ളത്തിലിട്ടു. വെള്ളം തിളച്ചു തുടങ്ങിയപ്പോഴേ നല്ല വാസന അവിടെ മാകെ പരന്നിരുന്നു. വെള്ളം വെട്ടിത്തിളച്ചപ്പോൾ കമല ഒരു വലിയ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടു. പഞ്ചസാര കുപ്പി എടുത്ത് അയാളെ നോക്കി. പഞ്ചസാര ഇട്ടുടെ മാഷക്ക്?
എനിക്കിപ്പോൾ ലേശം പഞ്ചസാരയുടെ അസുഖം കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കമല. അയാൾ അവളെ നോക്കി പറഞ്ഞു. കമല കാപ്പിയിൽ പഞ്ചസാര ഇളക്കിക്കൊണ്ട് 2 കപ്പിലായി പകർന്നു. സച്ചി 2 കപ്പും എടുത്തുകൊണ്ട് ഇരുട്ട് വ്യാപിച്ച ഇടനാഴിയിലൂടെ നിറയെ പുസ്തകങ്ങളുള്ള ഒരു മുറിയിലേക്ക് കയറി. അവിടെ മേശമേൽ കാപ്പിയുടെ കപ്പുകൾ വെച്ചു. മരത്തിൻ്റെ ജനാലപ്പാളികൾ അയാൾ തുറന്നിട്ടു. നിലത്തെ കാവി നിറത്തിന് മുകളിലൂടെ വെയിൽ നാളകൾ അകത്തേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ നിറയെ പുസ്തകങ്ങളാണ്. ആമിയും മുല്ലനേഴിയും എം ഡിയും മുകുന്ദനുമെല്ലാം ഈ അലമാരിയിൽ ഉറങ്ങിക്കിടക്കുകയാണെന്ന് കമല ചിന്തിച്ചു. സച്ചി അവൾക്ക് കാപ്പി നീട്ടി. അവൾ കാപ്പി വാങ്ങിക്കൊണ്ട് ഷെൽഫിനരികിലേക്ക് പോയി നിന്നു. സച്ചി തൻ്റെ ജുബയുടെ കൈകൾ തിരിച്ചിട്ടുകൊണ്ട് ജനാലക്കരികിലെ മേശയ്ക്കടുപ്പമുള്ള കസാരയിൽ ചെന്നിരുന്നു. സച്ചി ആവി പറക്കുന്ന കാപ്പി നിറമുള്ള ചുണ്ടോട് അടുപ്പിച്ച് കുടിക്കുന്നത് കമല അവൾ സുഖത്തോടെ നോക്കി നിന്നു. അയാളുടെ കണ്ണുകൾ ദൂരെ എങ്ങോ ആണെന്ന് അവൾ ഓർത്തുകൊണ്ട് ഷെൽഫിനരികിലേക്ക് തിരിഞ്ഞു. മുകൾ നിരയിലെ വരിയിലാണ് അവളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. എത്ര ഏന്തി വലഞ്ഞിട്ടും കമലയ്ക്കത് എത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സച്ചിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവൾക്ക് വിളിക്കാൻ തോന്നിയില്ല. വിളിച്ചാൽ ഒരു പക്ഷേ തനിക്ക് കണ്ണു നിറയെ അയാളെ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? കമല മുറി മുഴുവൻ തിരിഞ്ഞ് ഒടുവിലൊരു മരത്തിൻ്റെ സ്റ്റൂൾ കെട്ടി. അവൾ കാപ്പി ചെന്നാലിക്കരികിൽ വെച്ച് സ്റ്റൂൾ ഷെൽഫിനരികിലേക്ക് നീക്കി വെച്ചു. ദാവണി പൊക്കി പിടിച്ച് ഷെൽഫിൽ ഒരു കൈകൊണ്ട് പിടിച്ച് അവൾ കയറി. ദാവണി കുരുങ്ങിയാലോ എന്ന് കരുതി അവൾ ഇടുപ്പിൽ തിരികെ വെച്ചു. സ്വപ്നത്തിൽ നിന്നോടുന്ന പോലെ സച്ചി സ്റ്റൂൾ കുലുങ്ങുന്നതിൻ്റെ കടകട ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി. ഇരുനിറമുള്ള ഉരുണ്ട വിരലുകളുള്ള നിലത്ത് പതിഞ്ഞ പാദങ്ങളിലെ ശബ്ദമയമില്ലാത്ത വെള്ളിക്കൊലുസുകളെ അയാൾ ഏറെ പ്രണയത്തോടെ നോക്കി. അവ കാലുകളിൽ പതിഞ്ഞു കിടക്കുന്നു. ഏറെ നേർത്തൊരു വെള്ളിനൂലാണെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അതുള്ളത്. അവളുടെ ഇരുനിറമാർന്ന കാലുകൾക്കവ ഏറെ ചന്തം പകരുന്നുണ്ടെന്ന് തോന്നി സച്ചിക്ക്. കാപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് സച്ചി അവളെ കണങ്കാലുകൾ നോക്കി നിന്നു. സ്റ്റൂളിൻ്റെ കടകട ശബ്ദം കേട്ടപ്പോഴാണ് സച്ചി നോട്ടം മാറ്റിയത്. അവൾ പുസ്തകമെടുത്തിറങ്ങിയിരുന്നു. പുസ്തകവും കയ്യിൽ പിടിച്ച കാപ്പിയുടെ കപ്പുമായി സച്ചിക്കരികിലുള്ള തടി കൊണ്ടുണ്ടാക്കിയ കസാരയിലേക്ക് അവളും ഇരുന്നു. സച്ചി എപ്പോഴും വിദൂരതയിലെ കാഴ്ചകളിലാണ്. തൊടിയിലേക്കുള്ള ജനാല വഴി തണുത്ത കാറ്റ് ഇലഞ്ഞിപ്പൂമണവും പേരറിയാത്ത സുഗന്ധങ്ങളും പേറിക്കൊണ്ട് അവരെ ചുറ്റി കടന്നുപോയി. തലേന്നാൾ പെയ്ത മഴയുടെ ബാക്കി പത്രമെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു കാറ്റിൻ്റെ തണുപ്പും സുഗന്ധവും. കമല തൻ്റെ കപ്പം മേശയ്ക്ക് മുകളിൽ വെച്ച് പുസ്തകത്തിൻ്റെ താൾ മറിച്ചുകൊണ്ടിരുന്നു. സച്ചി അവളുടെ കപ്പിനടുത്തായി തന്നെ തൻ്റെ കപ്പം വെച്ചു. അവളുടെ മുഖം നോക്കാനുള്ള ധൈര്യം സച്ചിക്ക് വരുന്നുണ്ടായിരുന്നില്ല. കാരണം നോട്ടങ്ങൾ തമ്മിലിടഞ്ഞാൽ അവളെ തന്നെ മാത്രമാക്കി മാറ്റിപ്പോവുമെന്ന അകാരണമായ ഭയം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. വിരലുകൾ വെച്ച് അവൾ ആ പുസ്തകത്തിൽ പരതുമ്പോൾ ആ വിരൽത്തുമ്പിനോട് പോലും അയാൾക്ക് കടുത്ത പ്രണയം തോന്നിപ്പോകുന്നുണ്ടായിരുന്നു. സച്ചിയുടെ കണ്ണുകൾ തന്നെ നിരീക്ഷിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവളിലും പരവേശം വിടും പോലെയുള്ള എന്തോന്ന് പൊതിയുന്നുണ്ടെന്ന് കമലയ്ക്കും തോന്നി. കമല കപ്പെടുക്കാൻ കൈകൾ നീട്ടിയതും സച്ചിയും കപ്പെടുക്കാൻ കൈകൾ നീട്ടി. കൈകൾ തമ്മിൽ ഒന്നൊരുമിയോ അതോ തങ്ങളുടെ മനസ്സിൻ്റെ കൊതിയായിരുന്നോ അത്? അവളുടെ തോളിൽ അയാൾ പതിയെ കൈ അമർത്തി. ഭാഗികമായി ബ്ലൗസിൻ്റെ മുകളിലും കഴുത്തിനുമിടയിലായി അയാളുടെ വിരലുകൾ അമർന്നിരുന്നു. അപ്പോൾ ആ വിരലുകൾക്ക് തണുപ്പായിരുന്നു എന്നവൾ ഓർത്തു. കമല നോട്ടം അയാളുടെ കണ്ണുകളിലേക്ക് പായിച്ചു. അവൾ എഴുന്നേറ്റ് അയാൾക്കടുത്തായി നിന്നു. എന്താണ് മാഷേ ഇങ്ങനെ നോക്കണേ? അവൾ കണ്ണുകളുടെ പിടപ്പ് മറിക്കാനായി ദൃഷ്ടി മാറ്റിക്കൊണ്ട് ചോദിച്ചു. അയാൾ വളരെ നേർമയായും മൃദുലമായും വിളിച്ചു. പെണ്ണേ, എനിക്ക് തന്നെ ഉള്ള കാലം എൻ്റെ കവിതയെ കൂടെ കൂട്ടാൻ കൊതിയാണ്. സച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്കേറെ ആനന്ദം തോന്നി. മാഷേ, എനിക്കും തിരക്കായിട്ടോ മാഷിൻ്റെ ഒപ്പം കൂടി എഴുത്തിൻ്റെ ലോകത്ത് പറന്നു നടക്കാൻ. അവൾ നാണം മറച്ചു വെക്കാതെ പറഞ്ഞു. മാഷേ, നേ ആ കുളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുമോ? അവൾ അവിടേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. സച്ചി അവളെ നോക്കി മധുരമായി പുഞ്ചിരിച്ചു. വായു. കമല കാപ്പിയുടെ കപ്പ് എടുത്തുകൊണ്ട് പുറകെ നടന്നു. സച്ചി കുടിച്ച കാപ്പിയുടെ കപ്പിൻ്റെ അയാളുടെ ചുണ്ടുകൾ പതിഞ്ഞ ഇടത്തിലൂടെ അവൾ വിരലോടിച്ചു. ആ കപ്പൊന്ന് മോന്തി കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സച്ചി തിരിഞ്ഞു നോക്കിയാലോ എന്ന് കരുതി അവൾ ചെയ്തില്ല. അടുക്കളയിൽ കപ്പ് വെച്ചു. ഇടനാഴിയിലൂടെ അവർ പിന്നാമ്പുറത്തേക്കിറങ്ങി.
അവിടെ നിന്നും രണ്ടടി നടന്നപ്പോൾ കുളക്കടവ് കാണാറായി. മറപ്പുരയും അവൾ സച്ചിക്കൊപ്പം നടന്നു. കൈകൾ തമ്മിലുരസി. കമല സച്ചിക്ക് മുൻപിലായി നടന്നു. കുളം എത്തുമ്പോഴേക്കും പടവകൾ കെട്ടി ചുറ്റും മതിലുകൾ തീർത്ത കുളം. തെളിഞ്ഞ പച്ച നിറത്തിലുള്ള വെള്ളം. പായലൊട്ടുമില്ല. തലേന്ന് മഴ പെയ്ത് തോർന്നുകൊണ്ടാവാം പടവിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ കുഞ്ഞു പരൽ മീനുകൾ പാഞ്ഞു കളിക്കുന്നു. കമലയുടെ മിഴികൾ വികസിച്ചു. അവൾ പടവുകളിലേക്ക് ഇറങ്ങി. ധാവണിയുടെ അഗ്രം ഉയർത്തി അതിലേക്ക് ഇറങ്ങി കാലുകൾ വെള്ളത്തിൽ വെച്ചു. പരൽമീൻ കൂട്ടങ്ങൾ ചന്നം ഭിന്നം അവളുടെ കാലുകൾക്കിടയിലൂടെ പാഞ്ഞുപോയി. കാലിനടിയിൽ അവൾക്ക് ഇക്കിളി അനുഭവപ്പെട്ടു. അവൾ കണ്ണുകളടച്ച് അത് ആസ്വദിച്ചു. സച്ചി അവൾക്കടുത്തായി കൽപ്പടവിലിരുന്നു. സച്ചി ഇരുന്ന കണതും അവളും ഇരുന്നു. അവളുടെ നീളമേറിയ മൂടിത്തുമ്പ് കൽപ്പടവിൽ മയങ്ങിക്കിടന്നു. സച്ചി അതെടുത്ത് പതിയെ അവൾക്ക് മുൻവശത്തേക്ക് ഇട്ടുകൊടുത്തു. അവളുടെ മുടിയിഴകളിൽ നിന്നും കാച്ചെണ്ണയുടെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം അയാൾ അനുഭവിച്ചറിഞ്ഞു. സൂര്യൻ്റെ രശ്മികൾ ജലോപരിതലത്തിൽ തട്ടി കമലയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അവൾ കുറച്ചുകൂടി അയാൾക്കടുത്തേക്ക് മാറിയിരുന്നു. വെള്ളത്തിൽ അവളുടെ പാദങ്ങൾക്ക് മീതെ മീൻ കുഞ്ഞുങ്ങൾ മൊത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. സച്ചി അവളുടെ കാൽപാദങ്ങളെ നോക്കി. വെളുത്ത് ആകൃതിയത്ത നഖങ്ങൾ, കൊലുസിൻ്റെ നിറം കുറച്ചേറെ ഉള്ളതുപോലെ. അവരൊന്നും സംസാരിച്ചില്ല. ചിലപ്പോൾ പ്രണയത്തിൻ്റെ ഭാഷ മൗനമാണോ? നനുത്ത കുളിർക്കാറ്റ് അവരെ തഴുകിപ്പോയിക്കൊണ്ടിരുന്നു. കമലയുടെ കൈകളിലെ നനുത്ത രോമരാജികൾ കാറ്റേറ്റിട്ട് എന്നതുപോലെ ഉയർന്നു നിന്നു. സച്ചി അത് കാണുകയും ചെയ്തു. മിനുസമാർന്ന കൈകളിൽ കുഞ്ഞു രോമങ്ങൾ ഒരു ഭംഗിയുണ്ടാക്കുന്നെന്ന് അയാൾക്കും തോന്നി. സച്ചി അവളുടെ കൈകളിലൊന്ന് സ്പർശിക്കാൻ അതിയായി മോഹിച്ചു. സച്ചി തൻ്റെ വിരലുകൾ വെറുതെ അവളുടെ കൈകളിലൂടെ ഓടിച്ചു. കമല ഞെട്ടിയില്ല. അവൾ പുഞ്ചിരി തൂക്കി. ലോകത്തിൽ മറ്റു മനുഷ്യരാരുമില്ല. ഞാനും അയാളും മാത്രമേയുള്ളൂ. ഞങ്ങൾക്കിടയിൽ പ്രണയം നിറഞ്ഞ് കവിയുകയാണ്. ആരെയും ഭയക്കാതെ സച്ചി തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയെങ്കിലും ചെയ്യട്ടെ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അയാളെ സ്പർശമേറ്റപ്പോൾ അവളുടെ രോമരാജികൾ താഴ്ന്നു നിന്നു. സച്ചി വിരലുകൾ കോർത്തു പിടിച്ചു. അവളതിന് മുറുക്കം കൂട്ടി. രണ്ടുപേരും വെള്ളത്തിലേക്ക് നോക്കിയിരുന്നു. അവളുടെ കാലുകൾ ഓളങ്ങൾ സൃഷ്ടിച്ചു. രണ്ടുപേരുടെയും കാൽപാദങ്ങൾ നനച്ചുകൊണ്ട് ഓളപ്പരപ്പുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. മാഷ് എന്നാ വീട്ടിലേക്ക് വരുന്നത്? കമല ആകാംക്ഷ നിറച്ചുകൊണ്ട് ചോദിച്ചു. തനിക്ക് ലേശം തിരക്ക് കൂടുതലല്ലേ? അയാൾ നിരന്ന പല്ലുകൾ കാട്ടിക്കൊണ്ട് പുഞ്ചിരി പൊഴിച്ചു. അതുകൊണ്ടല്ല മാഷേ, വയസ്സ് കൂടുമ്പോൾ വേറെ വല്ലവരും വീട്ടുകാർ കൊണ്ടുവന്ന പിന്നെ അത് പാടാവും. ഇതുവരെയും ഇല്ലാത്ത ആശക്തകൾ അവളിൽ വന്ന് നിറയുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. അവളെ വിട്ടുകൊടുക്കാൻ സച്ചിയും ഒരുക്കമല്ലായിരുന്നു എന്ന് വേണം പറയാൻ. കമലയുടെ ക്ലാസ് കഴിയാൻ കുറച്ച് നാൾ കൂടി. അത് കഴിഞ്ഞാൽ പത്രം ഓഫീസിൽ ജോലി. പിന്നെ അവളുടെ വീട്ടിൽ പോയി ചോദിക്കാമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവളോട് പറഞ്ഞിട്ടില്ല. കാരണവന്മാരൊക്കെ കൊണ്ടുവന്ന് ചോദിക്കണമല്ലോ. അതാണല്ലോ നാട്ടു നടപ്പ്. കമലയെ കാണുന്നതുവരെ ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടേയില്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അതിനിടയിൽ പ്രായത്തിൻ്റെ ചാപല്യങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ലായിരുന്നു. എല്ലാം ഒതുങ്ങി ഒരു ജോലിയായതിനു ശേഷമാണ് കവിതയെ കമല തന്നിൽ തുടിച്ചു തുടങ്ങിയത്. കമല തൻ്റെ വിരലുകളിൽ കോർത്തു പിടിച്ച കൈകളിൽ അവളുടെ മറുകയും ചേർത്തപ്പോഴാണ് അയാളും ചിന്തകളിൽ നിന്നും ഉണർന്നത്. മാഷ് എന്താ ഈ ചിന്തിക്കണേ? അവൾ വെറുതെ ചോദിച്ചു.